പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ജപ്പാൻകാരുടെയൊക്കെ സ്കിന്ന് പോലെ നമ്മുടെ സ്കിന്നും നല്ല തിളക്കമുള്ളതാക്കി എടുക്കാൻ, അതുപോലെ അതായത് നല്ല ഗ്ലാസ് സ്കിൻ ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. അതായത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി, നിത്യവും നമ്മൾ ഉപയോഗിക്കുന്ന വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫേസൊക്കെ നല്ല തിളക്കമുള്ളതാക്കി എടുക്കാനായിട്ട്, അതുപോലെ നല്ല ഗ്ലാസ് പോലെ തിളങ്ങുന്നതായിട്ട് ആക്കിയെടുക്കുന്നതിന് വളരെയധികം സഹായിക്കുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാക്കാണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് നമുക്ക് നൈറ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ചില ആൾക്കാരുടെ സ്കിന്നിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റിൽ ക്രീമുകളൊക്കെ ഉപയോഗിച്ച് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഓപ്പൺ പോഴ്സ് ധാരാളം ഉണ്ടാവാനായിട്ട് കാരണം, ഓപ്പൺ പോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചെറിയ ചെറിയ കുഴികൾ കണ്ടിട്ടില്ലേ? ചില ആൾക്കാർക്കൊക്കെ മുഖക്കുരുവൊക്കെ വന്ന കുഴികൾ പോലെ മുഖം നിറയെ, ചില ആൾക്കാർക്ക് കുഴികൾ ഇങ്ങനെ വന്ന് ചെറിയ ചെറിയ സുഷിരങ്ങൾ പോലെ കാണത്തില്ലേ? അതിനാണ് ഓപ്പൺ പോഴ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചില ആൾക്കാർക്ക് ഈ നൈറ്റിലൊക്കെ ഉപയോഗിക്കുന്ന ക്രീമുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ ചില സ്കിന്നുകാർക്ക് അത് നല്ല എഫക്റ്റീവ് ആവത്തില്ല. അങ്ങനെയുള്ളവർക്ക് മുഖമൊക്കെ വെളുക്കുന്നതിനുള്ള ക്രീമുകളൊക്കെ ആണെങ്കിൽ, പ്രത്യേകിച്ചും കെമിക്കലുകളൊക്കെ ഉപയോഗിച്ച് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും അങ്ങനെ സംഭവിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് നമുക്ക് നേരത്തെ ഒരു 7 സന്ധ്യ ആകുമ്പോഴേക്കൊക്കെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം രാത്രി ആകുമ്പോഴേക്ക് അതൊക്കെ കഴുകി കളഞ്ഞതിന് ശേഷം കിടക്കാവുന്നതാണ്. അങ്ങനെ ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് നൈറ്റിൽ അപ്ലൈ ചെയ്തുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ വളരെയധികം ഗുണമുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഓപ്പൺ പോഴ്സ് ഒക്കെ മാറുന്നതിനൊക്കെ ആയാലും പല പല റെമഡികൾ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പല പല റെമഡികളും ഉണ്ട്. അതായത് നമ്മുടെ വീടുകളിലെ ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന പല പല വളരെ 100% എഫക്റ്റീവ് ആയിട്ടുള്ള പല പല റെമഡികളും ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാരും ഒക്കെ ആണെങ്കിൽ ഇതുപോലെ നമുക്ക് രാത്രിയിൽ തന്നെ തേച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ വളരെയധികം ഗുണമുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസിനൊക്കെ നമുക്ക് നിറം ഏതായാലും, നമുക്ക് കറുത്ത നിറമായാലും വെളുത്ത നിറമായാലും, പക്ഷെ ഏത് നിറമായാലും മുഖത്തിന് നല്ലൊരു തിളക്കം കിട്ടും. നല്ലൊരു തിളക്കം കിട്ടുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒരു നല്ലൊരു പാക്കാണിത്. അപ്പോൾ ഇത് നൈറ്റിൽ അപ്ലൈ ചെയ്യേണ്ടുന്നതാണ്. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് അതിന് വേണ്ടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ അലോവേര ജെല്ലാണ് എടുക്കുന്നത്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിരുന്നു. വീട്ടിൽ തന്നെ അലോവേര ജെല്ല് തയ്യാറാക്കുന്ന വിധം ചെയ്തിരുന്നു. ഇത് പഴയ ഒരു അലോവേര ജെല്ലിൻ്റെ ടിന്നിലിട്ട് വെച്ചിരിക്കുന്നതാണ്. ആ അലോവേര ജെല്ല് 1 സ്പൂണിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുകയാണ്. അപ്പം ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എടുക്കാം. നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് എടുക്കാവുന്നതാണ്. അലോവേര ജെൽ എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ അതിലേക്ക് 1 സ്പൂണിന് വേണ്ടി പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാലും കൂടി ഒഴിച്ചു കൊടുത്തു. അടുത്തതായിട്ട് ഈ സ്പൂണിന് തന്നെ ഒരു 3/4 സ്പൂണിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണിത്. വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു. അടുത്തതായിട്ട് ഇതിപ്പോൾ തേനാണ്. ഞാനിപ്പോൾ 1 സ്പൂണിന് വേണ്ടി തേനും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് ഇത് മാറ്റിയെടുക്കണം. മാറ്റിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമുക്ക് ഇത് മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുന്ന ഒരു ക്രീമിൻ്റെ പരുവത്തിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി കട്ടിയാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് കുറച്ചും കൂടി അലോവേര ജെല്ല് ഇട്ട് കൊടുത്താൽ മാത്രം മതി. വളരെയധികം എഫക്റ്റീവായിട്ടുള്ളതാണ്. നല്ലൊരു ഗ്ലേസിങ് നമുക്ക് കിട്ടും. നമ്മുടെ നോർമൽ സ്കിന്നിന് നല്ലൊരു ഗ്ലേസിങ് കിട്ടുകയും നല്ലൊരു ഭംഗിയായിട്ടിരിക്കുകയൊക്കെ ചെയ്യും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗ്ലാസ് സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ, നല്ല രീതിയിൽ ഇത് ക്രീം പരുവത്തിൽ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചെറിയ ബോട്ടിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. ഞാൻ ഇനിയിപ്പോൾ ഇതൊരു ചെറിയ ബോട്ടിലേക്ക് ആക്കി വയ്ക്കാം. അതിനുശേഷം ഇതെങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതേപോലെ ഞാനിപ്പോൾ ഇത് തയ്യാറാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇത്രയ്ക്കും വേണ്ടിയിട്ടേ ഞാൻ തയ്യാറാക്കിയിരുന്നുള്ളൂ. ഞാനിപ്പോൾ ഇതൊരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 10-12 ദിവസത്തേന് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്.
12 ദിവസത്തിൽ കൂടുതലൊന്നും പറ്റത്തില്ല. 10-12 ദിവസത്തിനകത്ത് വെച്ച് ഇത്, കാരണം നമ്മൾ പാലൊക്കെ ഒഴിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് കേടായി പോകാനായിട്ട് കാരണമാകും. പാല് മാത്രമാണ് ഇത് കേടാകുന്നതിന് കാരണമായിട്ടുള്ളത്, ബാക്കി ഒന്നും കുഴപ്പമില്ല. പാൽ ഒഴിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് കേടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 10-12 ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരു ദിവസം പോലും പുറത്ത് വെച്ചിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. 10-12 ദിവസം ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ്. നമുക്ക് നൈറ്റിൽ വേണമെങ്കിൽ നൈറ്റിൽ അപ്ലൈ ചെയ്യാം. എന്തായാലും നമ്മൾ ഉച്ചയ്ക്കും രാവിലെയും ഒന്നും ഇത് അപ്ലൈ ചെയ്യരുത്. വൈകുന്നേരങ്ങളിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാവൂ. നൈറ്റിൽ ഉപയോഗിക്കാൻ പറ്റാത്തവർ വൈകുന്നേരങ്ങളിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാവൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യണം. വാഷ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് നന്നിട്ടില്ലേ ഇതേപോലെ കുറേശ്ശെ എടുത്ത് നമുക്ക് ഫേസിലെല്ലാം ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം. കഴുത്തിലെല്ലാം തേച്ച് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിലൊരു ഇൻഗ്രീഡിയൻസ് പോലും സ്കിപ്പ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇതിനകത്ത് ഉപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന അതേ റിസൾട്ട് കിട്ടുകയുള്ളൂ. ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ഫേസ് നന്നായിട്ട് ഇതേപോലെ മുകളിലേക്ക് തന്നെ മസാജ് ചെയ്യണം. ഫേസ് നമ്മളെപ്പോഴും ഇങ്ങനെ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ വരാനും അതുപോലെ തന്നെ ഫേസ് ഒട്ടും താഴേക്ക് തൂങ്ങാതിരിക്കാനൊക്കെ വളരെയധികം കാരണമാകും. അപ്പോൾ ഇതുപോലെ നമ്മൾ തേക്കുക. തേച്ചതിന് ശേഷം മസാജ് ചെയ്ത് രാത്രിയിൽ കിടന്നുറങ്ങുന്നവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2-3 മണിക്കൂറൊക്കെ ഇത് ഫേസിൽ വെച്ചതിന് ശേഷം കഴുകി കളയാവുന്നതാണ്. വളരെയധികം ഗുണമുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റുന്നതാണ്. കാരണം ഇത് നമ്മളൊരു 10 ദിവസത്തിന് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ അടുത്ത 10 ദിവസം ആകുമ്പോഴേക്കും ഇത് തയ്യാറാക്കുന്നതിന് നമുക്ക് ഒരു പാടില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഈ നമ്മുടെ മിക്ക എല്ലാ വീടുകളിലും ഉള്ളതാണ് വെളിച്ചെണ്ണ. പാലെല്ലാം ഉണ്ട്. പിന്നെ അലോവേര ജെല്ല് നമ്മുടെ വീട്ടിൽ കറ്റാർവാഴ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കുന്നതും കുറെ കൂടി നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ അലോവേര ജെല്ലാണ്, കടയിൽ നിന്ന് വാങ്ങിയ അലോവേര ജെല്ലല്ല. അതുപോലെ തന്നെ പിന്നെയുള്ളത് തേനാണ്. മിക്കവാറും എല്ലാ വീടുകളിലും ഇപ്പോൾ തേനൊക്കെ കാണും. അപ്പോൾ അതും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ളതുമായിട്ടുള്ള നല്ലൊരു റെമഡിയാണ് ഇത്. ഇനി പ്രത്യേകിച്ച് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷവും നമ്മൾ നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുകയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ സ്കിൻ അതുപോലെ തന്നെ നല്ല ഗ്ലോ ആയിട്ടിരിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ വെള്ളമൊക്കെ, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വെള്ളം എന്ന് പറയുന്നത്. വെള്ളമൊക്കെ ആവശ്യത്തിന് കുടിച്ചെങ്കിൽ മാത്രമേ നല്ല ഫേസൊക്കെ നല്ല ഗ്ലോ ആയിട്ടിരിക്കും. ഇതെല്ലാം തേച്ചതിന് ശേഷം വെള്ളമൊന്നും കുടിക്കാതെയൊക്കെ ഇരുന്ന് ഫേസ് ഒന്നും ഗ്ലോ ആയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അതുപോലെ തന്നെ വെള്ളമൊക്കെ, അത് ശരീരത്തിന് ആവശ്യമുള്ള വെള്ളമൊക്കെ ആവശ്യത്തിന് നമ്മൾ കുടിക്കുകയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് ഗുണം ഉണ്ടാവുകയുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ.